കുമ്പളങ്ങ പുളിങ്കറിയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അതിനായി 1/2 കിലോ കുമ്പളങ്ങ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ തോലും കുരുവൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി കഷ്ണങ്ങളാക്കി എടുക്കാം. ഇനി കഷ്ണങ്ങൾ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് മൺചട്ടിയിലായാലും കുമ്പളങ്ങ കഷ്ണങ്ങൾ പെട്ടെന്ന് വെന്ത് കിട്ടും. ഇതിലേക്ക് എരിവുള്ള 3 പച്ചമുളക് കീറിയിടുന്നുണ്ട്. കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട്. വേവിക്കുന്നതിന് മുന്നേ തന്നെ കുറച്ച് ഉപ്പ് കൂടി ചേർക്കാം. വേവാൻ ആവശ്യത്തിന് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇത് 2 വിസിൽ വരുന്നവരെ വേവിക്കാം. കഷ്ണങ്ങൾ വെന്ത് വരുമ്പോഴത്തേക്ക് 1 മുറി തേങ്ങയുടെ പകുതി ചിരവി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 3 ചെറിയ ഉള്ളി 1/4 ടീസ്പൂൺ ചെറിയ ജീരകവും ചേർത്ത് നല്ലപോലെ അരച്ചെടുക്കണം. 2 വിസിൽ വന്ന് തണുത്ത ശേഷം തുറന്ന് നോക്കാം. കഷ്ണങ്ങൾ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനനുസരിച്ച് തേങ്ങയിലേക്ക് വെള്ളം ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കി കറി തിളപ്പിക്കണം. കറി തിളച്ച ശേഷം തീ ഓഫാക്കി വെക്കാം. ഇനി ഇതിലേക്ക് 1/4 കപ്പ് ചെറിയ പുളിയുള്ള കട്ടി തൈര് ഉടച്ചത് ചേർക്കുന്നുണ്ട്. തൈര് ചേർത്ത ശേഷം നന്നായി കറി ഇളക്കി യോജിപ്പിക്കാം. ഇതിലേക്കിപ്പോൾ ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് ഉപ്പ് കൂടി ചേർക്കാം. ഇനി ഇതിലേക്ക് വറവ് ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായതിലേക്ക് 1/4 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിക്കാം. 1/4 ടീസ്പൂൺ ഉലുവ കൂടി ഇട്ട് കൊടുക്കാം. 3 വറ്റൽമുളക് കൂടി ഇടുന്നുണ്ട്. കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് മൂപ്പിച്ച് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം.